അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തൃക്കരിപ്പൂർ നടക്കാവിൽ തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിലെ P മാണിക്കുഞ്ഞി നഗറിൽ ജില്ലാ പ്രസിഡന്റ് PC സുബൈദ പതാക ഉയർത്തിയതോടെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ശോഭന കണ്ണംകുളത്തിന്റെ രചനയിലും ബാബു പ്രസാദിന്റെ സംഗീതത്തിലും അണിയിച്ചൊരുക്കിയ അസോസിയേഷൻ അംഗങ്ങളുടെ സംഗീതശില്പം അരങ്ങേറി. ലിസി കടവത്താണ് സ്വാഗത സംഗീത ശില്പത്തിന്റെ നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. തുടർന്ന് അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു ഭാഗത്ത്, അത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അവരുടെ വോട്ട് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്താകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും പേഴ്സണൽ അഡ്രസ് ഉണ്ടോ? ഇന്ത്യ സ്വതന്ത്രയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കാലം ഭരിച്ചിട്ട് 30 കോടിയോളം വരുന്ന മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഇടമുണ്ടോ? ഇവിടെ 30 കോടിയോളം വരുന്ന മനുഷ്യർ ജനിച്ചു വീഴുന്നത് മുതൽ മരിച്ച മണ്ണിലേക്ക് പോകുന്നത് വരെയും മരച്ചുവടുകളിലും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമുകളിലും ഫ്ലൈ ഓവറുകളുടെ ചോട്ടിലുമൊക്കെ അന്തിയുറങ്ങുന്നവര് നമ്മളൊക്കെ നേർക്കാഴ്ച നമ്മൾ കാണുന്നവരല്ലേ? രക്തസാക്ഷി പ്രമേയം ഓമന രാമചന്ദ്രനും അനുശോചന പ്രമേയം ചന്ദ്രമ ടീച്ചറും അവതരിപ്പിച്ചു. സംഘടക സമിതി ചെയർമാൻ KV ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നുള്ള 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.